വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ അടുപ്പിൽ വെച്ചാണ് ഇന്നത്തെ പാചകം. ഗ്യാസിലല്ല കേട്ടോ, അടുപ്പിൽ വെച്ചുള്ള പാചകമാണ്. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ അടുപ്പിലാണ് കത്തിക്കുന്നത് കേട്ടോ. നമുക്ക് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് പുതുമ നേടാം. അങ്ങനെ ഇന്ന് മകരം ഒന്നല്ലേ, അതുകൊണ്ട് ഞാനിന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ നടന്നു പോയി തൊഴുതിട്ട് വരുന്ന വഴിയാണ്. ഞാനങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കട്ടെ. ഇതാണ് ഞാൻ പറയുന്ന ബ്രിഡ്ജ്. ഇതിനടിയിൽ കൂടെ കയറി ഇറങ്ങി വലത്തോട്ട് തിരിയുന്നതാണ് റെയിൽവേ പാലം. കണ്ടോ, എക്കോ വരുന്നുണ്ട് ഇതിനകത്തൂടെ സംസാരിക്കുമ്പോൾ. ഇതിലേ കൂടെ കയറി അപ്പുറം കടന്ന് നടന്നു വരുവാണെങ്കിൽ പിന്നെ അപ്പുറം വഴിയുണ്ട് കേട്ടോ, ചുങ്കം വഴി എന്ന് പറയും. ഇത് നാമ്പടം വഴിയാണ്. ഇങ്ങനെ കയറി അങ്ങോട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് വലത്തോട്ട് തിരിയുന്നതാണ് ഞങ്ങളുടെ വഴി. ഞങ്ങൾക്കിന്ന് ചപ്പാത്തിയും കറിയാട്ടോ. അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉരുളക്കിഴങ്ങിനെയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതങ്ങ് ചേർത്താൽ മതിയായിരുന്നു. അപ്പം അതായി. ചേട്ടൻ വന്ന് വിളിഞ്ഞു നോക്കുന്നു. കുളിയൊക്കെ എല്ലാവർക്കും ഇന്ന് മകരം ഒന്നാണ്. മകരവിളക്ക് ആശംസകൾ എല്ലാവർക്കും. ഞങ്ങളുടെ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നും മകരസംക്രാന്തി ആശംസകൾ. കിട്ടിയല്ലോ എല്ലാവർക്കും. പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ, ചേട്ടൻ പറഞ്ഞല്ലോ. അപ്പം ശബരിമലയിൽ പോകുന്ന അവർ സ്വാമിമാർക്കും പ്രത്യേകിച്ച് കേട്ടോ. ഭയങ്കര തിരക്കല്ലേ ഇപ്പം അമ്പലത്തില്. സ്വാമിമാരുടെ ബഹളം ഒക്കെയാണ് ഇപ്പൊ, ശരിയല്ലേ? അപ്പൊ രാവിലെ ഭഗവാനെ പോയി കണ്ടു. ഇന്ന് ഒറ്റ വിടിയിൽ നടന്നുപോയി, ഒറ്റ വിടിയിൽ. പിന്നല്ലാതെ 8:30 വരെ അവിടെ തുറന്നിടും അമ്പലം. അതിനിപ്പുറം ആർക്ക് വേണേലും നിന്ന് തൊഴാലോ. അപ്പൊ ഇന്ന് ചപ്പാത്തിയും കറിയും കൂടെ ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഇനി കഴിക്കാൻ പോകട്ടെ. കട്ടൻ ചായയും കൂടെ വെക്കട്ടെ. കട്ടൻ ചായയും കൂടെ വെച്ചിട്ട് നമുക്കന്ന് കഴിച്ചേക്കാം. അപ്പം ഞങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ ആയി കേട്ടോ. കട്ടൻ ചായ ആറിക്കുന്നുണ്ടോ? കട്ടൻ ചായ ആറിക്കുക, ഭയങ്കര തിളച്ചവടിയല്ലേ. അപ്പം കട്ടൻ ചായയും ചപ്പാത്തിയും കറിയും പഴവും എല്ലാം കൂടെ കൂട്ടി ഞങ്ങളങ്ങോട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ. പിടിക്കാൻ പോവാ. അങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ തീയെല്ലാം കത്തി വരുന്നുണ്ട്. നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം ആദ്യം കേട്ടോ. വെണ്ടയ്ക്ക് അച്ചിങ്ങയും എല്ലാം. എൻ്റെ കൈ ഇങ്ങനെ കുരുകുരുക്കും, പിരിപിരിക്കും തീ കാണുമ്പോൾ. അതായത് പിന്നെയും വിറകൊക്കെ വെച്ച് കൊടുക്കാൻ തോന്നും. അങ്ങനെയാണ് കുത്തിക്കെടുത്തി പോകുന്നത് അറിയാതെ. ഇന്ന് എനിക്കൊരു കൊതി വന്ന് ഇങ്ങനെ ചെയ്യാന്നേ. അപ്പം നമുക്ക് എല്ലാം എടുത്തുകൊണ്ട് വരട്ടെ. കുറച്ച് നേരം കത്തിപ്പിടിക്കട്ടെ. നമ്മുടെ തീയൊക്കെ അങ്ങനെ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പുകയെ കാണാൻ പറ്റുന്നുള്ളെന്ന് തോന്നുന്നല്ലേ? ശരിക്കും കത്തുന്നുണ്ട് കേട്ടോ. ദാ കണ്ടോ, കത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇളക്കി കൊടുത്തേക്കാവേ. ഇവിടെ അടുപ്പ് വെച്ച് എന്നാന്നറിയാം, അവിടുന്ന് ഇങ്ങോട്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാറ്റ് അങ്ങോട്ട് വീശും. അപ്പൊ ഇത് ഞാൻ നോക്കിയപ്പോ നിറച്ച് വിറക് കിടക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മെഴുക്കുവരട്ടി അവിയലുവേ ഇന്ന് നമ്മുടെ ഇതേലോട്ട് വെക്കാം. വെണ്ടയ്ക്കായും അച്ചിങ്ങ എല്ലാം കൂടെ ഉള്ള മെഴുക്കുവരട്ടി. അപ്പൊ നമ്മുടെ ഇതിനകത്തോട്ട് വെക്കാം. വേണ്ട തീരട്ടെ. കുറച്ചിട്ട് കൊടുത്താൽ. അപ്പൊ അതവിടെ ഇരുന്ന് ഏതാ ഇത് മെഴുക്കുവരട്ടി. അപ്പൊ അതവിടെ വേകട്ടെ. അപ്പം നമ്മുടെ ചക്കയും കൂടെ നമുക്കിന്ന് മുറിച്ചേക്കാം. ഇന്നലെ കൊണ്ടുവന്ന ചക്കയില്ലേ, അതാണ് ഈ ചക്ക. അതങ്ങ് മുറിച്ച് ഒരവിയലൂടെ വെച്ചാൽ നമുക്ക് ഇന്നും എടുക്കാം, നാളെ എടുക്കാം. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇവക്ക് എന്നും അവിയലേ ഉള്ളൂ. പക്ഷെ ഇവിടെ അവിയൽ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം ചക്കവേല കൂടുതൽ ഇഷ്ടം.
പിന്നെ മറ്റേ അവിയലും ഇഷ്ടമാണ്, ചേട്ടന് ഇഷ്ടമാണ്. ആണുങ്ങളുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കുന്നത്. അവർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയും തീരും, കഴിക്കുകയും ചെയ്യും. ശരിയല്ലേ? അപ്പം വെട്ടി ഉടനെ നമ്മൾ അരക്കിന് എല്ലാവരും ഇങ്ങനെയല്ലേ കളയുന്നേ. ചിലർ മണ്ണെണ്ണ, അമ്മയൊക്കെ പറയുന്നൊക്കാവേ, കാഞ്ഞിരപ്പള്ളിയിൽ അമ്മയൊക്കെ താമസിച്ചപ്പോഴേ ഭയങ്കരമായിട്ട് മണ്ണെണ്ണ കയ്യെ തേക്കുന്നു. പക്ഷെ നമുക്ക് എന്തോ പോലെ അല്ലേ മണ്ണെണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ. നമുക്ക് മണ്ണെണ്ണ തേച്ചാൽ ചുവയ്ക്കുവോ എന്നല്ലേ. പക്ഷെ അമ്മ പറഞ്ഞു ചുവയ്ക്കത്തേ ഇല്ലെന്ന് പറഞ്ഞു. ചുവയ്ക്കത്തേ ഇല്ല മണ്ണെണ്ണയെന്ന് പറഞ്ഞു. നമുക്ക് ഇങ്ങനൊക്കെ മതി. ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു വെക്കണം. നീ അവിടെ ഇരിക്കേ, നിന്നെ അവിടെ ഇരിക്ക. ഇവനെ നമുക്ക് എടുക്കാം അല്ലേ. വെള്ളരിക്ക ഇരിപ്പില്ല, പടവലങ്ങ ഇരിപ്പുണ്ട്, മുരിങ്ങയ്ക്കുണ്ട്, ചക്കക്കുരു ഉണ്ട്, എല്ലാം മാങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ചേട്ടൻ കടയിൽ പോകാൻ പോകുന്നു വെള്ളരിക്ക വാങ്ങിക്കാൻ. വെള്ളരിക്ക വാങ്ങിച്ചുകൊണ്ട് വന്നാലേ അതുകൂടെ ബാക്കിയെല്ലാം അരിഞ്ഞു വെച്ചേക്കുക. മെഴുക്കുവരട്ടി നമ്മുടെ അടുപ്പത്ത്, നമ്മൾ അടുപ്പത്താണ് വെക്കുന്നത്. നമ്മൾ പണ്ട് ജീവിച്ചതൊക്കെ നമ്മൾ ഓർക്കണ്ടേ അല്ലേ? ശരിക്കും പറഞ്ഞ ഇടയ്ക്ക് അതൊക്കെ ഒന്നേ ഓർത്തില്ലെങ്കിലേ അഹങ്കാരം കയറും മനുഷ്യർക്ക്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഇപ്പൊ എല്ലാവർക്കും അടുപ്പ് കത്തിക്കാനും. എൻ്റെ യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് അല്ല, എൻ്റെ യൂട്യൂബേഴ്സിനൊന്നും ഒരു മടിയില്ല കേട്ടോ. അവരെല്ലാം അടുപ്പ് കത്തിക്കുന്നവരെ. അതിപ്പോൾ ഞാനേ ഉള്ളിരുന്ന് അടുപ്പ് കത്തിക്കാൻ. ഞാൻ ഇടയ്ക്കൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കാറുണ്ട്. ഇപ്പോഴും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ കത്തിക്കും. വേണ്ടാത്തതുകൊണ്ടാണ് കത്തിക്കാത്തത്. എന്നാക്കട്ടെ, അതിൻ്റെ ഇടയ്ക്കൊന്ന് അത് ഇളക്കാൻ പോകണം. തീ പുറകോട്ട് ഇറങ്ങി വരുന്നുണ്ടെന്ന് ഇളക്കിയിട്ട് വരട്ടെ. ഇപ്പൊ മെഴുക്കോരട്ടി ഇളക്കിയൊക്കെ ഇട്ടു. എവിടെ പറഞ്ഞാമേ? മെഴുക്കോരട്ടിയൊക്കെ ഇളക്കിയിട്ടു. യോഗ ചെയ്യുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് യോഗയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. നിങ്ങൾ അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ. യോഗ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പെട്ടെന്നൊക്കെ ഇരിക്കാം. അപ്പം മെഴുക്കോരട്ടി നമ്മളെ ഇളക്കിയിട്ടേ. തീ നന്നായിട്ട് കത്തുന്നുണ്ട്. ഇഷ്ടംമാതിരി നമ്മളെ കൊതുമ്പ് കിടപ്പുണ്ട്. അതാ ഞാൻ വിചാരിച്ചത്. ഒരു ദിവസം ചേട്ടൻ പറഞ്ഞു, എടി കൊതുമ്പ് വേണ്ടെങ്കിൽ ഞാൻ താറ്റി കളഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയില്ലേ, എനിക്ക് എപ്പോഴാ മൂട് തോന്നുന്നതെന്ന് അറിയത്തില്ല എൻ്റെ ചേട്ടാ. ഞാൻ അടുപ്പ് കത്തിക്കുന്നത് എപ്പോഴാ മൂട് കയറുന്നതെന്ന് അറിയത്തില്ല അടുപ്പ് കത്തിക്കാന്. അതുകൊണ്ട് എൻ്റെ പൊന്നു ചേട്ടാ അതെടുത്ത് കളയല്ലേ ചേട്ടാ, കളയല്ലേ ചേട്ടാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഇല്ലടി ഞാൻ കളയത്തില്ല, നീ കത്തിക്കുന്നില്ലെങ്കിൽ ഞാൻ കളഞ്ഞേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഇവിടെ പിന്നെ ആർക്കും വേണ്ട, ഇവിടെ അടുത്തുള്ളവർക്കൊന്നും. എല്ലാരും ഗ്യാസാ. എന്നാ കാക്കേ? ഷെടാ എന്തെന്നാ കാക്കേ? അച്ഛനാണോ ഒന്ന് കടുപ്പ് കത്തുന്ന നോക്കുവാണ്. രണ്ടെണ്ണം ഇരിപ്പുണ്ടല്ലോ. രണ്ട് കാക്ക വന്നിരിക്കുന്നു. നമ്മുടെ അച്ഛനായിരിക്കും. ഒന്ന് ഇവിടുത്തെ എൻ്റെ അച്ഛനായിരിക്കും, ഒന്ന് ചേട്ടന്റെ അമ്മയും അച്ഛനും ആയിരിക്കും. അപ്പൊ രണ്ടുപേരുടെ അച്ഛന്മാര് തമ്മിൽ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് കൂട്ടായി കാണും. വാ പിന്നെ വാന്നേ നമുക്ക് പോയി മകള് ചേട്ടന്റെ അച്ഛൻ പറഞ്ഞാണും മരുമോളെ ഒന്ന് പോയി കാണട്ടെ. എൻ്റെ അച്ഛൻ പറഞ്ഞാണോ എൻ്റെ മോളെ ഒന്ന് പോയി കാണട്ടെ, ഇവിടെ എന്നാ സംഭവം എല്ലാം ചെയ്യുന്നത് എന്നൊക്കെ അറിയണ്ടേ. നല്ലതായിട്ടാണോ കഴിയുന്നത്? ചേട്ടന്റെ അച്ഛൻ പറഞ്ഞാണും അവളെ നന്നായിട്ട് നോക്കിയില്ല ഞാൻ എൻ്റെ മകനോട് പറഞ്ഞോളാം മര്യാദയ്ക്ക് നോക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞാണു അല്ലേ. അവര് വലിയ കമ്പനിയായി കാണും സ്വർഗത്തിൽ ചെന്ന്. നമുക്ക് സന്തോഷമല്ലേ അങ്ങനെയൊക്കെ അല്ലേ? എന്ത് രസമായിരിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ. ശരിക്കും അങ്ങനെ ആയിരിക്കും അല്ലേ? ഇവിടെ ചെന്ന് അങ്ങനെയൊക്കെ കാണുമായിരിക്കും. കാണട്ടെ. എന്താണേലും ഇവിടെ ഒന്ന് നോക്കിയിരിപ്പുണ്ട്. നമ്മുടെ അവിടുത്തെ മതില് അപ്പുറത്തുകാര് ഷെഡ് കെട്ടിയിട്ടില്ലേ? വേണ്ട വേണ്ട വേണ്ട, അപ്പുറത്തുകാര് മതില് കെട്ടിയിട്ടില്ലേ? അതിന്റെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതാണ്, അതേലാണ് വന്ന് ഇരിക്കുന്നത്. യോ കാണുമായിരുന്നു കേട്ടോ. ഇരുന്ന് കാണുവാണോടി കാക്കച്ചി നീ? എന്നാ അവിടെ ഇരുന്നു. അമ്മ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടേ ഇച്ചിരി വല്ല ആഹാരം തരാം കേട്ടോ. അവിടെ ഇരുന്നു. അച്ഛനാണെങ്കിൽ മകൾ തരാം. ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ എല്ലാവർക്കും. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് തീ കയറ്റി വെക്കാൻ പോണം അവിടെ. അതിനിടയ്ക്ക് എഴുന്നേറ്റ് വന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് തള്ളി വെച്ചിട്ട് വരാവേ. ഇത്ര പ്രാവശ്യം എഴുന്നേറ്റില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് ഒരു മടിയില്ല അങ്ങനൊന്നും.
ഇടയ്ക്ക് നമ്മുടെ മെഴുക്കുവരട്ടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. തീ ഒത്തിരി വേണ്ട, ഒത്തിരി കത്തിക്കുമ്പം ഇതിനടി ഒന്ന് കരിഞ്ഞു പോകും കേട്ടോ. അടുപ്പത്തും കൂടെ അല്ലേ, ഇനി അങ്ങോട്ട് ഇളക്കി ഇട്ടാൽ മതിയല്ലോ. എന്താ ഇത് പെട്ടെന്നല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇത്രയും തീ വേണ്ട ഭഗവാനെ, ഇത്രയും തീ എനിക്ക് വേണ്ടേ. നാളെ കത്തുന്നില്ലെന്നും പറഞ്ഞാൽ ഇത്രയും വേണ്ട. ഇനിയിപ്പം ഇളക്കിയിട്ട് മൂത്താൽ മതിയല്ലോ. എന്നാ രസമുണ്ടല്ലേ. തീ കത്തിയാ എനിക്കിഷ്ടം. ഇന്നാളെ പ്രാവശ്യം എനിക്ക് കലിയായിരുന്നു. അന്നത്തെ പിന്നെ തീ എടുത്തിട്ടേ ഇല്ലായിരുന്നു. ശബദം ചെയ്ത് ഇനി എടുക്കത്തില്ലെന്ന്. പക്ഷെ അന്ന് പറ്റി പോയത് എന്നാന്നറിയാവോ, ദേ അവിടെ ചേട്ടൻ വന്ന് അവിടെ വെച്ച് കത്തിക്കാം. അവിടെ വെച്ച് കത്തിച്ചാൽ കാറ്റ് ഇങ്ങോട്ട് വരുവേ. അപ്പോൾ പിന്നെ അത് ശരിയാവത്തില്ല. ഇതിപ്പോ ദേ നോക്കിക്ക എന്ത് നല്ലതായിട്ട് കത്തുന്നത്. എനിക്ക് കത്തുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇതൊക്കെയല്ലേ കത്തിച്ചോണ്ടിരുന്നത്. ഇപ്പോഴല്ലേ ഗ്യാസും ഗീസും ഒക്കെ വന്നല്ലേ. അവിടെ കിടന്ന് മൂക്കട്ടെ. ഒരു ചക്കയുടെ കാര്യം നോക്കാം. അപ്പൊ ഞാൻ എൻ്റെ ചക്ക എല്ലാം എടുത്തു കേട്ടോ. ചക്ക ഇരുന്ന് വേട്ടി പേറുക്കി എടുത്ത് ഞാൻ. ഇനി നമുക്കിതിനെ അരിയാം കേട്ടോ. മടൽ ഇങ്ങനെ എടുക്കുന്ന അറിയാലോ. ഞാൻ 10,000 പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി കുട്ടികൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ കാണിച്ചും തരത്തില്ല, ഒന്നും തരത്തില്ല. ചുമ്മാ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോവുക എല്ലാവരും. സുപ്രീത പറയുന്ന പോലെ എല്ലാവരും ക്ലാസ് കട്ട് ചെയ്തിട്ട് പോവുക. ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല. കോളേജ് അല്ലിത്, ഇത് ശരിക്കും സ്കൂളാണ്. സ്കൂളിൽ എല്ലാ ക്ലാസ്സിലും കയറിക്കോണം. അല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. ചക്കയവിയൽ എങ്ങനെ വെക്കുന്നതെന്നും ചീരവിയൽ എങ്ങനെ വെക്കുന്നതെന്നും. ഒരു കുട്ടിക്ക് ചീരവിയലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടി നന്നായിട്ട് ചീരവിയലൊക്കെ വെച്ച് മൃഷ്ടാന്നം ഭക്ഷിച്ചു. ആ കുട്ടി ഇപ്പോൾ അവിടെ ഭയങ്കര തിരക്കില്ല. കിണർ കുഴിക്കുന്നതിൻ്റെ ഒക്കെ തിരക്കാം. എന്നതൊക്കെയാണോ ദൈവമേ, കിണർ കുഴിക്കുന്നു, പിടിക്കുന്നു, വീഡിയോ പിടിക്കുന്നു, ആകെ പാട കുട്ടിക്ക് തിരക്കാം. വേറെ ആരാണ്ടോ വീഡിയോ എടുക്കുന്നു എനിക്കറിയത്തില്ല. കുട്ടിക്ക് ഞാൻ 2 പറയുന്നുണ്ട്. കുട്ടിക്ക് 2 ക്ലാസ് വേറെ കൊടുക്കുന്നുണ്ട്. അത് സ്പെഷ്യലായിട്ട് കൊടുത്തോളാം ആ കുട്ടിയോട് ക്ലാസ്. പിന്നെ അപ്പം നമ്മുടെ ചീരവിയലും കൂടെ അടുപ്പത്ത് വെച്ചാൽ ഓക്കെ ആയി. എന്തു പെട്ടെന്നല്ലേ. അല്ല സോറി, ചക്കയവിയലും കൂടെ. അമ്മ കേട്ടോ, അമ്മ പറയാ ചീരവിയലും. ക്ലാസ് എടുത്ത് ടീച്ചർക്ക് തെറ്റിപ്പോയി അല്ലേ വേ. ടീച്ചറുടെ വായി നാക്കിടത്തില്ല. പിന്നെ എങ്ങനെ തെറ്റാതിരിക്കും. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കയും ബീൻസും കൂടെ ഉള്ള മെഴുക്കോരട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചടുപൊടാന്ന് വെന്തല്ലേ അമ്മ. ചടുപുടാന്ന് വെന്തു. വേഗമല്ല, മൂക്കാനും തുടങ്ങി. ഇനിയിപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചിരിടായിട്ട് മൂപ്പിച്ചങ്ങ് തീയൊക്കെ കൊടുക്കാം. ഞാനോ അയ്യോ തുമ്മല്. ഇനി മുരിങ്ങയില ആശ്രയിക്കണം. നമ്മുടെ അടുപ്പ് അല്ല ഇത് എന്താ ആവി അടിക്കണം. ഒക്കെ വീണ്ടും തുടങ്ങും. അതിൻ്റെയൊക്കെ പരിപാടിയിലോട്ട് പോണം. അപ്പോൾ ഇതൊക്കെ അറിയട്ടല്ലേ, വീഡിയോ അങ്ങ് പോവുക കേട്ടോ. അപ്പം നമ്മുടെ മെഴുക്കോരട്ടിയൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ലതായിട്ട് എന്താ മൂത്തു. ഇത്രയൊക്കെ മൂത്താൽ മതി. ഇത്രയൊക്കെ മൂത്താൽ മതിയേ. നമുക്ക് അവിയലിൻ്റെ ഒക്കെ എടുത്തുകൊണ്ട് വരാം അടുപ്പത്ത് വെക്കാൻ. ഇതെടുത്തുകൊണ്ട് വെച്ച് പാത്രമൊക്കെ കഴുകാനിടട്ടെ. അപ്പം നമ്മുടെ അവിയലാണ് അടുത്ത് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇതൊക്കെ എടുത്തു വെച്ചു. കഷ്ണങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇച്ചിരി മുളക് പൊടി, ഉപ്പും കൂടെ ഇപ്പം ആവശ്യത്തിന് അങ്ങ് ഇട്ടേക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു. നമുക്ക് വേഗം വെക്കാവേ. അടച്ച് വേഗം വെക്കാം. അപ്പം നമുക്ക് നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കാം. അടുത്ത ട്രിപ്പ്. മറ്റേത് കെട്ടൊക്കെ പോയി. അവിയലിൻ്റെ അരിഞ്ഞെടുത്ത് വന്നപ്പോഴത്തേക്കും മെഴുക്കോരട്ടിയൊക്കെ കൊണ്ടുവച്ചപ്പോഴത്തേക്കും ഇവിടെ സംഭവം കഴിഞ്ഞു. സാരമില്ല, കത്തിച്ചെടുക്കാമല്ലോ അല്ലേ. നമ്മുടെ തകളി അടുപ്പ് കത്തിക്കാൻ എന്നാ സമയം വേണം. ഇഷ്ടമായി കൊതുമ്പും എല്ലാം കിടപ്പുണ്ട്. തേങ്ങ ഇട്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നല്ല, ഇത്രയും നാൾ കുറേ പ്രാവശ്യമായില്ല. അന്ന് അടുപ്പ് കത്തിച്ചിട്ട് പിന്നെ കത്തിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അപ്പത്തോട്ടുള്ള തേങ്ങ ഇട്ടതിൻ്റെ കൊതുമ്പും ചില്ലകളും എല്ലാം കിടപ്പണ്ടേ. അപ്പോൾ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അടുപ്പത്ത് വെക്കുന്ന ടേസ്റ്റിന് അത്രയും നമ്മുടെ ഗ്യാസിനൊന്നും വരത്തില്ല. ഇതെല്ലാം അറിയാം. പക്ഷെ അടുപ്പുള്ളതെല്ലാം കളയുകയും ചെയ്യും. അത്യാവശ്യം ഇങ്ങനെ ചെയ്യാമല്ലോ നമുക്ക്.
ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിനൊരു അടുപ്പ് വാങ്ങിച്ച്, ആർക്കെങ്കിലും അടുപ്പില്ലാത്തവരുണ്ട് ഇതുപോലെ ഒരു അടുപ്പ് വാങ്ങിച്ച് പുറത്തെവിടെയും വെക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെയ്യാമല്ലോ. ആരോടും ചോദിക്കണോ? നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യുക. ഇഷ്ടമില്ലാത്തപ്പോൾ എടുത്ത് അടുപ്പ് സൂക്ഷിച്ച് മൂടി വെച്ചേക്കണം. ചേട്ടനാണ് എടുത്തൊക്കെ വെക്കുന്നത്. നമുക്ക് എടുക്കാൻ പറ്റും, ഭയങ്കര വെയിറ്റാണ്. അപ്പം നമ്മുടെ കൽച്ചട്ടി ആദ്യമായിട്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ. ഇത്രയും വർഷമായിട്ട് കൽച്ചട്ടി അങ്ങനെ എടുക്കാറില്ലായിരുന്നല്ലോ. ഈ ചക്കവിയൽ തുടങ്ങിയ പിന്നെ കൽച്ചട്ടിക്കകത്താണ് വെക്കുന്നത്. എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, എൻ്റെ ബെസ്റ്റ് കൂട്ട്, എല്ലാവരും ബെസ്റ്റ് കൂട്ട് തന്നെ, കൊച്ചുനാളിലുള്ള കൂട്ടുകാരി എന്നോട് പറഞ്ഞു, രേഖയില്ല. അവൾ ചോദിച്ചു, എടി നിൻ്റെ കൽച്ചട്ടി പുതിയതാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. അവളെന്നും ബ്ലോഗ് കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എടി ഇത് അച്ഛനുള്ള കാലത്തെ വാങ്ങിച്ചു വെച്ചതാണ്. അവളെന്തോ കൽച്ചട്ടിക്കൊക്കെ വില എത്ര, ഇതിലും ചെറുതാണ് വില ചോദിക്കാൻ. ചിലപ്പോൾ 1500 രൂപയെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വെറും ഒരു നിസ്സാരമാക്കി വെച്ചേക്കുമല്ലായിരുന്നു. അവൾ എന്നോട് പറയുമ്പോഴാണ് അത്രയും വിലയുണ്ടെന്നൊക്കെ അറിയുന്നത്. നല്ല, അതും ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് കൽച്ചട്ടിയുടെ വിലയൊന്നും അവൾക്ക് വലിയ കാര്യമൊന്നുമല്ല. അതിൻ്റെ അല്ല, അവൾക്ക് അതൊക്കെ മേടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവൾ പറയുന്ന പോലെ നമ്മളെ പറ്റിക്കൂടി ചിലപ്പോൾ നല്ല കല്ലൊന്നും ആയിരിക്കത്തില്ലെന്ന്. നമ്മുടെ അച്ഛന്മാർക്കൊക്കെ പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാമല്ലോ. അവിടെ അച്ഛനും മരിച്ചുപോയി, എൻ്റെ അച്ഛനും മരിച്ചു. ഭയങ്കര കമ്പനിയായിരുന്നു രണ്ടും കൂടെ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോയ കാര്യങ്ങളൊക്കെ പുറകോട്ട്. ഇതേ ചിത്രശലഭം, സുപ്രിയ പറഞ്ഞ പോലാണോ ചിത്രശലഭം വന്നേക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് പേടിയായിട്ട് അവൾ മേടിച്ചില്ല. നല്ല ഒറിജിനൽ കല്ലാണോ എന്നൊക്കെ അറിയാത്തതുകൊണ്ട് മേടിച്ചില്ല. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ചട്ടി എടുത്ത് വെക്കട്ടെ. ഇത് ചുമക്കണേ തന്നെ 2 പേര് വേണം. എല്ലാം വെയിറ്റാ. നേരെയാണോ ഇരിക്കുന്നത്? ഭയങ്കര വെയിറ്റാ. എടുത്തു കഴിഞ്ഞാൽ ക്ഷീണിച്ചു. ഇതുപോലെ വെയിറ്റാ. അപ്പം ഈ ചക്കവേലിനകത്ത് ചക്കക്കുരു, ചക്കമടല്, മുരിങ്ങയ്ക്ക, ചക്കച്ചൊള, പടവലങ്ങ, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, പച്ചമുളക് 2 കീറിയിടണം, മാങ്ങ ഇത്രയും അരിഞ്ഞൊന്നിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് മുളക് പൊടി ശകലം ഇടുക, ഇച്ചിരി ഉപ്പ് ഇടുക, വെളിച്ചെണ്ണ ഒഴിക്കുക, അടച്ചു വെക്കുക, വേകാൻ അവിടെ ഇരുന്ന് പതുക്കെ വേകട്ടെ. അരപ്പ് തേങ്ങ, മഞ്ഞപ്പൊടി, ചെറിയ ശകലം ജീരകം, ചുമന്നുള്ളി, കറിവേപ്പില, ഇത്രയും വേണം. അത് ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കയിൽ ഇന്ന് സൂപ്പർ. കഴിഞ്ഞ പ്രാവശ്യത്തെ അടിപൊളിയായിരുന്നു, അതിലും സൂപ്പറായിരിക്കും നമ്മുടെ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇതിനകത്തല്ലേ മെഴുക്കോരട്ടി, ഇതും ഇതിനകത്താണ് വെച്ചത്. ഇനി ഉണക്കച്ചെമ്മീനും മാങ്ങയും കറി കുറച്ചിരിപ്പുണ്ട്. മതി, ഇത്രയൊക്കെ മതി. ചേട്ടൻ അവിടെ കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ തേക്കുന്നു. വെള്ളരിക്കൊക്കെ എനിക്ക് മേടിച്ചുകൊണ്ട് തന്നു കഴിഞ്ഞാണ് ഇത് അരിഞ്ഞത്. അന്നേരം കാക്ക പോയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ, അല്ലെ വീഡിയോ നീണ്ടു പോകത്തില്ലേ. ഒന്ന് കാണിക്കാം. കാണിക്കാവേ. കേടാ, നമുക്ക് വെന്ത് കഴിയുമ്പോൾ കാണാം. നമുക്ക് വെന്തോന്നൊക്കെ നോക്കാം. വെന്തോന്നല്ല, ഇളക്കാം. തീയക്കാല ബേഷന് കത്തുന്നുണ്ട്, അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. തിളച്ച് നല്ല കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നല്ല മണം. വേകട്ടെ, വെള്ളം പറ്റണം. ഇഷ്ടംമാതിരി കൊതുമ്പുണ്ട്. അവിടെ കിടന്ന് വേകട്ടെ, വെള്ളം പറ്റട്ടെ. കാണിച്ചു തരാവേ. നല്ലതായിട്ട് ഇതാവുന്നുണ്ട് കേട്ടോ. ആഹാ, അവിടെ കിടന്ന് വേകട്ടെ, വെള്ളമൊക്കെ പറ്റിയിട്ട് ചേർക്കാം.
ഇപ്പോഴേ നമ്മുടെ അവിയല് വെന്തോന്ന് തോന്നും കേട്ടോ. വെന്തു, വെള്ളം എല്ലാം പറ്റി നമുക്ക് അവനെ അങ്ങ് ചേർത്തേക്കാം കേട്ടല്ലോ. എല്ലാം മണക്കി വരുന്നുണ്ട് കേട്ടോ. അടുപ്പിലൊരു ആട്ടമുണ്ട് എന്നെ പോലെ. എനിക്ക് ആട്ടമുണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ അരപ്പൊക്കെ എടുത്ത് ചേർത്തേക്കാം. അരപ്പന്നാക്കിയാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പം ഇച്ചിരി തേങ്ങ കുറഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ അവിയൽ. ഇച്ചിരി തേങ്ങ കൂടുതൽ വേണേ. കഷ്ണങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അരപ്പിച്ചിരി ഏറെ വേണം കേട്ടോ. ഞാനേ ഈ കൈ കഴുകുന്നില്ല. കൈ കഴുകാതെ തന്നെ ഇതേ പിടിക്കുവാണേ. ഒന്നും വിചാരിക്കണ്ട, അവിടം വരെ പോകണം കൈ കഴുകണമെങ്കിൽ. അതുകൊണ്ട് ഒന്നും ഓർക്കണ്ട ആരുവേ. ഏതായാലും ഈ കച്ചട്ടിയൊക്കെ ഇനി പുറത്തിട്ട് നല്ലതായിട്ട് കഴുകണം. കാരണം നിറച്ച് കരിയായിട്ടുണ്ട്. തന്നെയല്ല, ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ളവർ പറയത്തില്ലേ കച്ചട്ടി അടുപ്പത്ത് തന്നെ വെക്കണമെന്നും. അടുപ്പത്ത് വെച്ചാൽ ഒരു പ്രാവശ്യമൊക്കെ അടുപ്പത്ത് വെക്കണം. വെച്ചെങ്കിലേ അതിനൊക്കെ ഒരു ഇത് കിട്ടത്തുള്ളൂ, ഉറപ്പ്. ഗ്യാസേ വെച്ചാൽ പൊള്ളി 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 അങ്ങ് പോകും എന്നും പറഞ്ഞ് ഞാൻ എപ്പോഴും ഒന്നും അടുപ്പത്ത് വെക്കുന്നില്ല. പറഞ്ഞു വരുന്നത് അങ്ങനല്ല. വല്ലപ്പോഴും ഒന്ന് വെച്ചാൽ കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. കുഴപ്പമില്ലെന്നല്ല, വല്ലപ്പോഴും അല്ല, അടുപ്പത്ത് എപ്പോഴും വെക്കുന്നത് തന്നെ കച്ചട്ടിക്ക് നല്ലത്. പക്ഷേ പറഞ്ഞു വരുന്നത് ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും വെക്കുന്നില്ല. ഇതുപോലെ വല്ലപ്പോഴും ഉള്ളെന്നാ പറഞ്ഞ കേട്ടോ. ഒന്നും വിചാരിക്കണ്ട. എഴുന്നേറ്റ് നിന്നിട്ട് ഇളക്കട്ടെ. അല്ല, അതിനൊരു മെരുക്ക് വരുന്നില്ല. ആഹാ, സൂപ്പർ അവിയല കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം നമുക്ക്. കൈ ഒന്ന് കഴുകണം. എൻ്റെ കൈ ആ സ്പൂണേല് സാരമില്ല, നമുക്കൊക്കെ തന്നെ അല്ലേ, വേറെ ആർക്കും അല്ലല്ലോ. അല്ല, വേറെ ആർക്കുണ്ടല്ലോ, നമ്മൾ കൈ ഇടുന്നില്ലല്ലോ. ശരിയല്ല. ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. എല്ലാം ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തീഞ്ഞ് വേണ്ട, താഴോട്ട് ഇറങ്ങിക്കോ. നീ താഴോട്ട് ഇറങ്ങിക്കോ. വേറെ ദിവസം എടുക്കാം. ഇത്രയും തീ മതി. ഉപ്പൊന്നും ചേർക്കണ്ട. ഉപ്പൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ അവിയല കേട്ടോ. കാണിച്ചു തരാവേ. അവിയൽ വെക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അടുപ്പത്ത് തന്നെ വെക്കണം ഇന്നത്തേക്ക്. നാളെ വേറെ പ്ലാൻ ആവുവേ. സൂപ്പർ. അപ്പൊ ഞാൻ അവിടെ വെക്കട്ടെ. കൈയൊക്കെ കഴുകി കേട്ടാ. നോക്കിക്കേ, നല്ല അവിയലാണ്ടോ. നിങ്ങൾ നോക്കിക്കേ, ശരിക്കും ഞാൻ പറഞ്ഞല്ലേ, അവിയൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൊണ്ടുവെക്കാം. അങ്ങനെ നമ്മുടെ അവിയലിനെ റെഡിയാക്കി ദാ കൊണ്ടുവച്ചേക്കുന്നു. ദാ കേട്ടാ. അടുക്കളയിൽ വന്നപ്പോഴാണ് സമാധാനമായത്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കോട്ടുണ്ട്, ഇന്നലത്തെ ചെമ്മീൻ കറിയുണ്ട്. മതിയില്ലേ? അപ്പം അത്രയും കറികളെല്ലാം കഴിച്ചു. ഞാൻ അവിയൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനും വിയർത്തുപോയി. പക്ഷെ ഇന്ന് അവിടെ ഇരുന്നിട്ട് ചൂടൊന്നും അതില്ലായിരുന്നു കേട്ടോ. അന്ന് അടുപ്പ് വെച്ച് ഇപ്പുറത്തല്ലേ, അപ്പം മുഖത്തോട്ടായിരുന്നു പുക എല്ലാം കൂടെ അടിക്കുന്നത്. ഇതൊരു തരി പുക അടിച്ചില്ല. അവിടെ വെച്ച് ചെയ്താൽ മതി, അപ്പോൾ ഒരു കുഴപ്പമില്ല. ചൈനീസ് ഓർജ. അപ്പം ഇനി ഞാൻ റെസ്റ്റ് എടുക്കാൻ പോണേ. അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടോ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നിർത്താൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇന്ന് രാത്രിയിൽ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവാണേ. അപ്പം ഉപ്പുമാവേന്ന് പറഞ്ഞ പാട്ടൊക്കെ വരുന്നു. ഉപ്പുമാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.